Hi friends, welcome to my YouTube channel. പ്ലസ് ടു ക്ലാസ് നമ്മൾ പഠിച്ച് ചാപ്റ്ററിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് നമ്മൾ ഹാലോ ആൽക്കൈനും ഹാലോ അറേൻസ് നമ്മൾ കമ്പൈൻ ചെയ്താണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഐസോബ്യൂട്ടൈൽ ബ്രോമൈഡ് may be obtained from isobutylene and HBr in the presence of. അപ്പം ഇവിടെ നമുക്ക് എന്താണ് ഐസോബ്യൂട്ടൈൽ ബ്രോമൈഡ് മേ ബി ഒപ്റ്റൈൻ ഫ്രം ഏതാണ് ഐസോബ്യൂട്ടലീൻ ആണ് എന്ന് പറയുന്നത്. അപ്പം HBr നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആരുടെ പ്രസൻസിലെന്ന് നമ്മൾ അറിയണം. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് അതിൻ്റെ എന്ത് എഴുതി നോക്കണം, ഇക്വേഷൻ അവിടെ എഴുതി നോക്കണം. അപ്പോൾ നമ്മൾ ഐസോബ്യൂട്ടലീൻ നമ്മൾ സ്ട്രക്ചർ എഴുതുമ്പോഴത്തേക്ക് എന്താണ് CH3 പിന്നെ ടോയിസ് C ഡബിൾ ബോണ്ട് ഏതാണ് CH2. ഇതാണ് നമ്മൾ എടുക്കുന്ന ഏതെന്ന് പറഞ്ഞാൽ ഐസോബ്യൂട്ടിലിൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, HBrമായിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ HBr റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റ് ആരാണ്? കിട്ടേണ്ട പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഐസോബ്യൂട്ടൈൽ ബ്രോമൈഡ്. അപ്പോൾ അതിൻ്റെ ഫോമിൽ നമ്മൾ എഴുതി നോക്കുമ്പോഴത്തേക്ക് എന്താണ് വരുന്നത്, CH3 പിന്നെ എന്തുവാണ് ടോയിസ് CH സിംഗിൾ ബോണ്ട് CH2Br. ഇതാണ് നമുക്ക് കിട്ടുന്ന ഏതെന്ന് പറയുന്നത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് എഴുതി നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവായിരുന്നു നമുക്ക് നോക്കാം, CH3 ടോയിസ് C ഡബിൾ ബോണ്ട് CH2 പ്ലസ് ഏതാണ് HBr ഗീവ്സ് ഇത് റിയാക്റ്റൻറ്റ്. ഇനി നമുക്ക് പ്രോഡക്റ്റ് ആയിരുന്നു വേണ്ടിയിരുന്നത്. പ്രോഡക്റ്റ് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് എന്തുവായിരുന്നു, CH3 പിന്നെ എന്ന് പറഞ്ഞാൽ ടോയിസ് CH സിംഗിൾ ബോണ്ട് പിന്നെ ഇവിടെ ആര് വരും, CH2Br അവിടെ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ Br എന്ന് പറയുന്ന നെഗറ്റീവ് പാർട്ട് ഡബിൾ ബോണ്ട് കാർബണിൽ ഏതിലാണ് വന്നത്, സിയിലാണോ വന്നത് CH2ലാണോ വന്നത്, CH2വിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ നെഗറ്റീവ് പാർട്ട് എവിടെയാണ് വന്നത്, കാർബൺ ഡബിൾ ബോണ്ടിൽ ആർക്കാണോ ഹൈഡ്രജൻ ആറ്റം കൂടുതൽ അവിടെയാണ് ആര് വരുന്നത്, നെഗറ്റീവ് പാർട്ടായ ബ്രോമിൻ അവിടെ വരുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മാർക്കോണിയാണോ ആൻറ്റി മാർക്കോണിയാണ്. അങ്ങനെ ആൻറ്റി മാർക്കോണി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആര് വരണം, ഏത് കാറ്റലിസ്റ്റ് വരണം അവിടെ, പെറോക്സൈഡ് അവിടെ വരണം. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് ആൻസറായിട്ട് വരുന്നത്, ഓപ്ഷൻ എ ഏതായിരിക്കും, എ ആണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. CH3 CH2 CHCl CH3 എന്ന് പറയുന്ന എന്താണ് 2-chloro-butane is obtained by chlorination of N-butane will be. അപ്പം ഇവിടെ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് N-butane നമ്മൾ ആരാക്കി മാറ്റാൻ പോവുകയാണ്, 2-chloro ഏതാണ് ബ്യൂട്ടൈനാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പം ഇവിടെ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മീസോ ഫോം ആണോ, റെസിമിക് മിക്സ്ഡ് ആണോ, എൽ ഫോം ആണോ, ഡി ഫോം ആണെന്നാണ് അറിയേണ്ടത്. അതായത് ഇവിടെ നമ്മൾ നോക്കുന്നത് ഒപ്റ്റിക്കൽ പോളറൈസേഷൻ എന്ന ടോപ്പിക്ക് വെച്ച് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അറിയേണ്ട കാര്യം ഓപ്ഷൻ നോക്കുന്നതിനേക്കാളും ആൻസർ വെച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടതെന്നുമ്പോഴത്തേക്ക് എന്താണ്, ക്ലോറിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്ലോറിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലോറിനേഷൻ ഏതാണ് ആൽക്കെയിൻ. നമ്മൾ ആൽക്കെയിനിലോട്ട് ആര് ആഡ് ചെയ്യാൻ പോവുകയാണ്, ക്ലോറിൻ അവിടെ ആഡ് ചെയ്യാൻ പോകണം. ഈ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയണം ഏതാണെന്നൊരു ഫ്രീ റാഡിക്കൽ റിയാക്ഷനാണ്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്ലോറിനേഷൻ ഓഫ് ആൽക്കെയിൻ ഏതാണ്, ഫ്രീ റാഡിക്കൽ റിയാക്ഷനാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീ റാഡിക്കൽ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഏതായിരിക്കും അവൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് sp2 ഹൈബ്രിഡൈസേഷനാണ് വരുന്നത്. അപ്പം ഈ sp2 ഹൈബ്രിഡ് കാർബണിൽ ക്ലോറിൻ വരുമ്പോഴത്തേക്ക് ഇറ്റ് ക്യാൻ ബി അറ്റാക്ക് ഓൺ ഏതാണ് എയ്തർ സൈഡ് ഓഫ് ഫേസ് ഫോമിങ് റെസിമിക് മിക്സ്ചർ. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നോർമൽ ആൽക്കെയിനെ ഏതാണ് ബ്രാഞ്ച് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ക്ലോറിൻ എവിടെയാണ് ബ്രാഞ്ചായിട്ട് വരുന്നത്, സെക്കൻഡ് കാർബണിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ വഴിയിട്ട് കോമ്പൗണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുമ്പോൾ ഏതാണ്, ഈ പ്ലെയിനാറാണ്. അപ്പം ഈ പ്ലെയിനാർ എന്ന് പറയുമ്പോഴത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാണ്, ഒരു റെസിമിക് മിക്സ്ചറിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫോം ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് റെസിമിക് മിക്സ്ചറാണ് നമ്മൾ ഏത് ആൻസറായിട്ട് വരുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോസസ് ഹാസ് ദ ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം എന്താണ്, ക്ലോറോ ബെൻസീൻ ഉണ്ട്, ഓർത്തോ ഡൈക്ലോറോ ബെൻസീൻ ഉണ്ട്, മെറ്റ ഉണ്ട്, പിന്നെ പറയുമ്പോഴത്തേക്ക് പാര ഉണ്ട്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് നമുക്കറിയാൻ പറ്റും, ഇവിടെ സിമെട്രിക്കൽ സ്ട്രക്ചർ വരുന്ന ആർക്കായിരിക്കും, പാരയ്ക്കാണ് ഇല്ലേ. അപ്പോൾ പാരാക്ലോറോ ബെൻസീൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക്, പാരാ ഡൈക്ലോറോ ബെൻസീൻ നമ്മൾ സ്ട്രക്ചർ ചെയ്യുമ്പോഴത്തേക്ക് അവൻ്റെ സ്ട്രക്ചർ ഏതാണ്, ഒരു സിമെട്രിക്കൽ സ്ട്രക്ചറാണ് ഇല്ലേ. ഈ സിമെട്രിക്കൽ സ്ട്രക്ചർ ആയത് കാരണം അവൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്തുവാണ്, ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിൻ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് തിയറിയിൽ. അടുത്ത് CH ബോണ്ട് ഈസ് സ്ട്രോങ്ങസ്റ്റ് ഇൻ. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അടുത്ത് CH3Cl ഉണ്ട്, CH3Br ഉണ്ട്, CH3F ഉണ്ട്, CH3I ഉണ്ട്. ഇതിലെല്ലാം ഏതാണ്, ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് തന്നെയാണ്, CH3 ഗ്രൂപ്പ് തന്നെ. പക്ഷേ അവിടെ ഹാലജൻ എന്തുകൊണ്ട് മാറുന്നു, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അങ്ങനെ വരുന്നു. ഇതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആർക്കാണ്, ഏതാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് നമുക്കറിയാം. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ എലമെൻ്റ് നോക്കുമ്പോഴത്തേക്ക് ഫ്ലൂറിനുണ്ട്, സൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഏതാണ്, ക്ലോറിൻ, പിന്നെ ഏതാണ്, ബ്രോമിൻ, ഏറ്റവും ലാസ്റ്റ് അയൺ. ഇതാണ് അവൻ്റെ സൈസ് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ സ്മോൾ സൈസായ ഫ്ലൂറിനാണ് ആരുമായിട്ട് അവിടെ കമ്പൈൻ ചെയ്യുന്നത്, ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും, സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബോണ്ട് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ ഏതിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സിക്കാണ് ഏതെന്ന് പറയുന്ന ആൻസർ വരുന്നത്, ഡ്യൂ ടു ഏതാണ്, സ്മോൾ സൈസ് ഓഫ് ഫ്ലൂറിൻ ആറ്റം. ഓക്കെ, അടുത്ത ദിവസം നമുക്ക് നോക്കാം. മോസ്റ്റ് റിയാക്റ്റീവ് ഹാലൈറ്റ് ടുവേഴ്സ് ഏതാണ്, SN1 റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ N ബ്യൂട്ടൈൽ ക്ലോറൈഡ് ഉണ്ട്, പിന്നെ ഏതാണ്, സെക്കൻഡറി ബ്യൂട്ടൈൽ ക്ലോറൈഡ് ഉണ്ട്, ടെറഷറി ഉണ്ട്, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്, അലൈൽ ക്ലോറൈഡ് ഉണ്ട്. ഇങ്ങനെ 4 ഓപ്ഷനിൽ ഇതിൽ നമുക്ക് നോക്കാം മോസ്റ്റ് റിയാക്റ്റീവ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ എപ്പോഴും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്, ഇതിൽ മോർ സ്റ്റേബിൾ എന്താണ്, കാർബോ കാറ്റയോൺ മോർ റിയാക്റ്റീവ് വിൽ എന്താണ്, പാരാ ആൽക്കൈൽ ഹാലൈഡ് ടുവേഴ്സ് ഏതാണ്, SN1 റിയാക്ഷൻ. അതായത് SN1 റിയാക്ഷനിൽ മോർ ഏതാണ്, സ്റ്റേബിൾ കാർബോ കാറ്റയോൺ ആയിരിക്കും റിയാക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ SN1 റിയാക്ഷൻ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതലെന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ടെറിഷറിക്കാണ് എന്തെന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി അവിടെ കൂടുതൽ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നോർമലുണ്ട്, സെക്കൻഡ് ഉണ്ട്, ടെറിഷറി ഉണ്ട്, പിന്നെ നോക്കുമ്പോഴത്തേക്ക് അലൈൽ ക്ലോറൈഡ് ഉണ്ട്. ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്, ടെറിഷറി. അത് എപ്പോഴും ഓർമ്മിക്കണം. SN1 റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഓർഡർ ഏതാണ്, ടെറിഷറി. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ബെൻസൈലുണ്ട്, അതിനുശേഷം വരുമ്പോഴത്തേക്ക് ഒരു അലൈൽ ഗ്രൂപ്പുണ്ട്, അതിനുശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് സെക്കൻഡറി, അതിനുശേഷം പ്രൈമറി, ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മീഥൈൽ ഗ്രൂപ്പ്. അപ്പം ഒരു SN1 റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഏറ്റവും കൂടുതൽ മോർ റിയാക്റ്റീവ് ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ടെറിഷറി ഹാലൈഡ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഓർമ്മിക്കണം ഈ ഓർഡർ, കാരണം ഇഷ്ടംപോലെ എന്താണ് ക്വസ്റ്റ്യൻ അവിടെ എന്ത് ചെയ്യാം, ഈ ഓർഡർ വെച്ച് ചോദിക്കാം. അപ്പോൾ മോർ സ്റ്റേബിൾ ദി കാർബോ കാറ്റയോൺ, മോർ റിയാക്റ്റീവ് വിൽ ബി ദ പാരൻ്റ് ഏതാണ്, ആൽക്കൈൽ ഹാലൈഡ് ടുവേഴ്സ് SN1 റിയാക്ഷൻ. അതെപ്പോഴും ഓർമ്മിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ റിയാക്ഷൻ ഫോർ പ്രിപ്പയറിംഗ് ആൽക്കൈൽ സയനൈഡ് ബൈ റിയാക്ടിങ് ആൽക്കൈൽ ഹാലൈഡ് വിത്ത് പൊട്ടാസ്യം സയനൈഡ്. അപ്പം റിയാക്ഷൻ അത് ഭയങ്കര സിമ്പിളാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്, ഒരു ആൽക്കൈൽ സയനൈഡ് വേണം. അപ്പോൾ ആരോട് നമ്മൾ റിയാക്ട് ചെയ്യും, റിയാക്ടിങ് വിത്ത് ആൽക്കൈൽ ഹാലൈഡ് വിത്ത് പൊട്ടാസ്യം സയനൈഡ്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ KCN ആണ് നമ്മളവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ KCN നമ്മൾ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ഏതെന്നാണ് നമുക്ക് വേണ്ടത്, എലിമിനേഷൻ ആണോ, ഇലക്ട്രോഫിലിക് ആണോ, പിന്നെ നോക്കുമ്പോഴത്തേക്ക് കണ്ടൻസേഷൻ റിയാക്ഷൻ ആണോ. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ KCN ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ KCN നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അത് ഏതാണ്, K+, പിന്നെ എന്ന് പറയുമ്പോൾ ഏതാണ്, CN- ആണ്. ഇവനെന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ഏജൻ്റ് ആണെന്ന് അറിയോ, ഒരു ന്യൂക്ലിയോഫിലിക് ഏജൻ്റ് ആണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ K+CN- എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ KCN ഏതാണ്, ഒരു ന്യൂക്ലിയോഫിലിക് റിയേജൻ്റ് ആണ്. അപ്പം നടക്കാനുള്ള ചാൻസ് ഏത് റിയാക്ഷൻ ആയിരിക്കും, ന്യൂക്ലിയോഫിലിക് റിയാക്ഷനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ C ആണ് നമ്മൾ വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇനി SN1 റിയാക്ഷൻ ദ റെസിമൈസേഷൻ ഈസ് ടേക്സ് പ്ലേസ്.
അപ്പോൾ ഒരു SN1 റിയാക്ഷൻ അവിടെ എന്ത് നടക്കുന്നുണ്ട്? റെസിമൈസേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഇറ്റ് ഈസ് ഡ്യൂ ടു. അപ്പോൾ SN1 റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് റെസിമൈസേഷൻ നടക്കുന്നതിൻ്റെ റീസൺ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ, റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ, കൺവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ, പിന്നെ നോക്കുമ്പോഴത്തേക്ക് ബോത്ത് A and B. ഇവിടുത്തെ ആൻസർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണ്? D ആണ്. അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. അതാണ് നമ്മൾ പഠിച്ച വാൾഡൺ ഇൻവേർഷൻ എന്നവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് SN റിയാക്ഷൻ എന്തൊക്കെ നടക്കുന്നുണ്ട്? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ, പിന്നെ നോക്കുമ്പോഴത്തേക്ക് റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്? ഓപ്ഷൻ D ആണ് ഇവിടെ ഏത് വരുന്ന. നമുക്കതിൻ്റെ ഇക്വേഷൻ കുറച്ച് എഴുതി നോക്കാം, അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാർബൺ, പിന്നെ ഏതാണ് നമ്മളെ ബ്രോമിൻ ഉണ്ടാകാം, ഫസ്റ്റ് കാർബൺ, പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് സെക്കൻഡ് കാർബൺ, ഇതെന്ന് പറയുമ്പോഴത്തേക്ക് തേർഡ്. ഇതിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ SN1 ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. എത്ര സ്റ്റെപ്പ് ഉണ്ടാകും? 2 സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ടാകും. അപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും? ഒരു കാർബോ കാറ്റോൺ അവിടെ ഫോം ചെയ്യും. അപ്പോൾ കാർബോ കാറ്റോൺ ഫോം ചെയ്യുമ്പോഴത്തേക്ക് C+, പിന്നെ ഇവിടെ ആയിരിക്കും ഏത്? ഫസ്റ്റ് ഹൈഡ്രജൻ, പിന്നെ പറയുമ്പോഴത്തേക്ക് എന്താണ്? സെക്കൻഡ് ഹൈഡ്രജൻ, പിന്നെ പറയുമ്പോഴത്തേക്ക് തേർഡ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പൊസിഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അപ്പം ഇവിടുന്ന് ആര് ലീവ് ചെയ്യുകയാണ്? Br- പോവുകയാണ്. ഇനി ഇതിലോട്ടാണ് നമ്മൾ അവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ്. ഇതിലോട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? H2O ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ OH- അറ്റാക്കിംഗ് റിയേജൻ്റായിട്ട് വരാൻ പോകുന്നത് ഇവിടെയാണ്. അപ്പം OH- വരുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യാം? റിട്ടൻഷനും ഉണ്ടാകാം, പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഇൻവേർഷനും ഉണ്ടാകാം. അതായത് നമ്മൾ ഇവിടെ റിട്ടൻഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് കാർബൺ, ഇതിൽ ഇവിടെ ആര് വരുന്നുണ്ട്? ആ ബ്രോമിൻ്റെ അതേ പൊസിഷനിൽ ആര് വരാം? OH, ഫസ്റ്റ് കാർബൺ, സെക്കൻഡ്, പിന്നെ നോക്കുമ്പോഴത്തേക്ക് തേർഡ്. ഇതാണ് ഏതെന്ന് പറയുന്നത്? റിട്ടൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ OH എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? അവൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരാം. ഇവിടെ കാർബൺ, ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് കാർബൺ, സെക്കൻഡ്, പിന്നെ ഏതാണ്? തേർഡ്. ഇവിടെ ആയിരിക്കും ആര് വരുന്നത്? OH വരുന്നത്. അപ്പം ഇതാണ് ഏതെന്നോ? ഇൻവേർഷൻ. അപ്പം ഈ SN1 റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ എന്തൊക്കെ നടക്കുന്നുണ്ട്? ഇൻവേർഷൻ നടക്കുന്നുണ്ട്, പിന്നെ പറയുമ്പോഴത്തേക്ക് എന്താണ്? റിട്ടൻഷനും നടക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ടും നടക്കുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതാണ്? ഓപ്ഷൻ D ആണ് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഫോളോയിങ് ആൽക്കൈൽ ഹാലൈഡ് ഫോർ SN2 റിയാക്ഷൻ. അപ്പം SN2 റിയാക്ഷൻ്റെ ഓർഡറാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് RF ഉണ്ട്, പിന്നെ ഏതാണ്? RCl, RBr, RI. ഇതിൽ ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഫോളോയിങ് ആൽക്കൈൽ ഹാലൈഡ് ഫോർ SN2 റിയാക്ഷൻ. ഇതിൽ CX ബോണ്ട് ഏതാണോ വീക്കർ അവനായിരിക്കും ഏറ്റവും കൂടുതൽ ആർക്കെന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പോൾ നമുക്കറിയാം ഏതാണ് ഇവിടെ നമ്മൾ നോക്കുന്നതിൽ ഫസ്റ്റ് എലമെൻറ്റ് ഫ്ലൂറിനുണ്ട്, ക്ലോറിൻ, ബ്രോമിൻ, പിന്നെ നോക്കുമ്പോഴത്തേക്ക് അയഡിൻ. ഇതാണ് ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്? R ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ആറിൻ്റെയും ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെയും ഫ്ലൂറിൻ്റെയും അട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സ്ട്രോങ് ആണ്, കാരണം ഡ്യൂ ടു സ്മോൾ സൈസ് ഓഫ് ഫ്ലൂറിൻ. പക്ഷേ അയഡിൻ എന്ന് പറയുമ്പോഴത്തേക്ക് സൈസ് അവിടെ ഹൈ ആണ്. അപ്പം ഈ ഇരിക്കുന്ന ആറും ആൽക്കൈൽ ഗ്രൂപ്പും ഈ ഇരിക്കുന്ന ഫ്ലൂറിൻ നമ്മൾ അട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാണ്? വീക്കാണ്. ഈ വീക്കായ CX ബോണ്ട് ആയിരിക്കും അവൻ്റെ ഏറ്റവും കൂടുതൽ ഗ്രേറ്റർ റിയാക്ടിവിറ്റി. അപ്പോൾ ഹയസ്റ്റ് റിയാക്ടിവിറ്റി വരുന്ന ആർക്കായിരിക്കും നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് RI. അപ്പോൾ ആ ഓർഡർ നോക്കുമ്പോഴത്തേക്ക് RI, RBr, RCl. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? ഓപ്ഷൻ D ആണ് വരുന്ന ആൻസർ. ആൻഡ് എക്സ്പ്ലനേഷൻ വരുമ്പോഴത്തേക്കും വീക്കർ ഡ്യൂ ടു വീക്കർ CX ബോണ്ട് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ D. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈഥൈൽ ബ്രോമൈഡ് റിയാക്ട് വിത്ത് ഏതാണ്? ലെഡ് സോഡിയം അലോയ് ടു ഫോം. അപ്പോൾ ഈഥൈൽ ബ്രോമൈഡ് ആരോട് റിയാക്ട് ചെയ്യുന്നു? ലെഡ് സോഡിയം അലോയ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. കിട്ടുന്ന പ്രോഡക്റ്റ് ഏതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഈഥൈൽ ബ്രോമൈഡ് ലെഡ് സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഈഥൈൽ ബ്രോമൈഡ് ഉണ്ട്. അപ്പോൾ ഈഥൈൽ ബ്രോമൈഡ് ആകുമ്പോഴത്തേക്ക് C2H5 എന്താണ്? Br. അവൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ലെഡ് സോഡിയം അലോയിയായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ആര് വരും? PB, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് Na. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് C2H5 4 ടൈംസ് ഏതാണ്? PB. അതായത് ടെട്രാ ഈഥൈൽ അവിടെ എന്ത് ഫോം ചെയ്യും? ലെഡ് ഫോം ചെയ്യും. ബൈ പ്രോഡക്റ്റായിട്ട് ആര് പോകുന്നുണ്ട്?
NaBr പോകാം, അതുപോലെ ഏതും അവിടെ ഫോം ചെയ്യാം, ലെഡും അവിടെ ഫോം ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമ്മൾ എഴുതി നോക്കുമ്പോഴത്തേക്ക് ഏതാണ് ഈഥൈൽ ബ്രോമൈഡ് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ലെഡ് സോഡിയം അലുവായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ടെട്രാ ഈഥൈൽ ലെഡ്, അതാണ് നമ്മൾ എടുക്കുന്നത് TeL, അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഏതാണ്, എ ആണ് നമ്മൾ എടുക്കുന്ന ആരെന്ന് പറയുന്നത് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ആൻസർ അവിടെ കിട്ടും. അടുത്ത റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആൽക്കൈൽ ഹാലൈഡ് ഈസ് യൂസ്ഡ് ആസ് എന്താണ് മീഥൈലേറ്റിംഗ് ഏജൻറ്റ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ നമുക്ക് എന്താണ് മീഥൈലേറ്റിംഗ് ഏജൻറ്റാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ആൽക്കൈൽ ഹാലൈഡ് യൂസിങ് മീഥൈൽ, അപ്പം ഈ ഓപ്ഷൻ നമ്മൾ നോക്കണം. ആദ്യത്തെ ഏതാണ് C2H5 ഈഥൈൽ, ഡി ഓപ്ഷൻ ഏതാണ് C2H5, അതും ഏതാണ് ഈഥൈൽ. അപ്പം എയും ഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും, ഈഥൈലേറ്റിംഗ് ഏജൻ്റ് ആണ്. പക്ഷേ അതിൽ നമ്മൾ നോക്കുന്നത് C6H5Cl എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണെന്ന് അറിയാമോ, ഇനേർട്ടാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേണ്ട ഏതാണ്, മീഥൈലേറ്റിംഗ് ഏജൻ്റാണ്. അപ്പം മീഥൈലേറ്റ് ഏജൻറ്റ് വരുമ്പോൾ അത് ഏതായിരിക്കും വരുന്നത്, CH3, അതാണ് നമ്മൾ എടുക്കുന്ന ഐഡോഫോം. ഓക്കെ, അപ്പം നമ്മൾ എടുക്കുന്നത് നോക്കുമ്പോഴത്തേക്ക് ഏതാണ്, ഓപ്ഷൻ സി ആണ് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1-chloro-butane ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കഹോളിക് പൊട്ടാഷ് ഗീവ്സ്. അപ്പോൾ 1-chloro-butane എന്ന് പറയുന്ന കോമ്പൗണ്ട് ആരുമായിട്ട് റിയാക്ട് ചെയ്യും, ആൽക്കഹോളിക് പൊട്ടാഷുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന നമ്മൾ തിയറി പഠിച്ചതാണ് എന്താണ്, ആൽക്കൈൽ ഹാലൈഡ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് ഏതാണ്, സ്ട്രോങ് ബേസ് ലൈക്ക് ഏതാണ്, ആൽക്കഹോളിക് KOH. ഏത് റിയാക്ഷൻ ആയിരിക്കും, അണ്ടർഗോ എലിമിനേഷൻ റിയാക്ഷൻ ആയിരിക്കും. കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്, 1-butene അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. കാരണം റിയാക്ട് ചെയ്യുന്ന ആരുമായിട്ടാണ്, ആൽക്കഹോളിക് KOH ആണ്. അപ്പം ഇക്വേഷൻ എഴുതി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് നമ്മൾ നോക്കുന്നത്, CH3 CH2 പിന്നെ CH2Cl, ഇതാണ് നമുക്ക് 1-chloro-butane. ഇവൻ ആരുമായിട്ട് റിയാക്ട് എന്ന് പറയുന്നത് KOH. ഈ KOH എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്, ആൽക്കഹോളിക്കാണ്. അപ്പോൾ ആൽക്കഹോളിക് ആകുമ്പോഴത്തേക്ക് എലിമിനേഷൻ നടന്ന് ആരൊക്കെ പോകാം, KCl എലിമിനേറ്റ് ചെയ്ത് പോകാം, അതുപോലെ ആരും പോകാം, H2Oയും എലിമിനേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതായിരിക്കും, CH3 CH2 സിംഗിൾ ബോണ്ട്, പിന്നെ എന്താണ് CH ഡബിൾ ബോണ്ട് CH2 അവിടെ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് നമ്മൾ എടുക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ 1 ആണ് ആൻസർ. അപ്പം ഓപ്ഷൻ ഏതാണ്, എ ആണ് നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് ഹാലൈഡ് ഓൺ ഡീഹൈഡ്രോഹാലജനേഷൻ റിയാക്ഷൻ. ഇതിൽ കറക്റ്റ് ഓർഡറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കേണ്ട കാര്യം ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഹാലൈഡ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതൊക്കെ എല്ലാ ഹാലൈഡ്, അയഡിനുണ്ട്, ബ്രോമിനുണ്ട്, ക്ലോറിനുണ്ട്, ഫ്ലൂറിനുണ്ട്. അപ്പം ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ടുവേഴ്സ് ഏതാണ് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഡീഹൈഡ്രോഹാലജനേഷനാണ്. ആ ഡീഹൈഡ്രോഹാലജനേഷൻ ഓർഡർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും നോക്കി വയ്ക്കണം. നമുക്കറിയാം RI ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്, വീക്കാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യും, അത് വീക്ക് ബോണ്ടായത് കാരണം വേഗം ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഏതായിരിക്കും, RI ആയിരിക്കും. പക്ഷേ RF എന്ന് പറയുന്ന ബോണ്ട് ഏതായിരിക്കും, സ്ട്രോങ് ആണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്, ഓപ്ഷൻ ബി ആണ് വരുന്ന ആൻസർ. അപ്പം ഇത് ഈ ഓർഡർ നോക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അവിടെ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പം ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്താണ്, ഹാലൈഡ്സ് ടുവേഴ്സ് ഏതാണ്, ഡീഹൈഡ്രോഹാലജനേഷൻ. ഏറ്റവും ഹയസ്റ്റ് വരുന്ന ആർക്കായിരിക്കും, RIക്ക്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിൽ ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് ടുവേഴ്സ് ഏതാണ്, എലിമിനേഷൻ റിയാക്ഷൻ. അപ്പം ആൽക്കൈൽ ഹാലൈഡിൽ എലിമിനേഷൻ റിയാക്ഷനിൽ ഓർഡറാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ഓർഡർ എല്ലാം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകം എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പം എലിമിനേഷൻ റിയാക്ഷൻ ഓഫ് ഏതാണ്, ആൽക്കൈൽ ഹാലൈഡ് ഇൻവോൾവ്. അപ്പോൾ എലിമിനേഷൻ റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് അവിടെ എന്താണ് ഫോം ചെയ്യാൻ പോകുന്നത്, ഒരു കാർബോ കാറ്റയോൺ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഇങ്ങനെ കാറ്റയോൺ ഫോം ചെയ്യുമ്പം അതിൽ ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഹയസ്റ്റ് വരുന്ന ആർക്കായിരിക്കും, ടെർഷറി, പിന്നെ സെക്കൻഡറി, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈമറി. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ടുവേഴ്സ് ഏതാണ്, എലിമിനേഷൻ റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓർഡറാണ് ആൻസർ. അപ്പോൾ ഈ ഓർഡറിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് തിരിഞ്ഞു പോകാണ്ട് എന്ത് ചെയ്യണം, ഓരോ പഠിക്കുന്ന ഓർഡർ നമ്മൾ എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് എഴുതി വെച്ച് വേണം എന്ത് ചെയ്യാനായിട്ട് പഠിക്കേണ്ടത്.
കാരണം നമുക്ക് ഒരു ഓർഡർ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം അവിടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ റിയാക്ഷൻ ഓഫ് എന്താണ് C6H5N2Cl വിത്ത് ഏതാണ് CuCl. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ആണ്. അത് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് CuCl ആയിട്ട് റിയാക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അറിയാം കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് C6H5Cl എന്ന് പറയുന്ന ക്ലോറോ ബെൻസീൻ അവിടെ എന്ത് ചെയ്യും ഫോം ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ് ക്ലോറോ ബെൻസീൻ. ഏതാണ് സാൻഡ്മേഴ്സ് റിയാക്ഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ എടുക്കുന്ന ഈ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോഴത്തേക്ക് ഓപ്ഷൻ ഏതാണ് വരുന്ന ഓപ്ഷൻ എ ആണ് വരുന്ന ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിൽ ബ്രോമിനേഷൻ ഓഫ് ഏതാണ് ടൊളുവീൻ ഗീവ്സ്. അപ്പം നമ്മൾ ടൊളുവീൻ ഉണ്ട്, ആ ടൊളുവീനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ബ്രോമിനേഷൻ നടത്താൻ പോവുകയാണ്. അപ്പം ഒരു കാര്യം അറിയണം, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ടൊളുവീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബെൻസീൻ റിങ്ങിൽ എന്താണുള്ളത് CH3 ഗ്രൂപ്പാണുള്ളത്. ഈ CH3 ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ് അറിയാം ഇവിടെ പറയുമ്പോഴത്തേക്ക് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പം നമ്മളെടുക്കുന്ന CH3 ഗ്രൂപ്പ് എന്താണ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ CH3 നമ്മൾ കിട്ടുന്ന ബ്രോമിനേഷൻ നടത്തുമ്പോഴത്തേക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും നമുക്ക് മിക്സ്ഡ് ഓഫ് പ്രോഡക്റ്റ് ഫോം ചെയ്യും. എന്ത് ചെയ്യും ബെൻസീൻ റിങ്ങിൽ CH3 ഉണ്ടാകും. എന്ത് ചെയ്യും പിന്നെ അവനെന്ന് പറയുമ്പോഴത്തേക്ക് ഓർത്തോ പൊസിഷനിൽ എന്ത് ചെയ്യും ബ്രോമിൻ വരും. അതുപോലെ പാരാ പൊസിഷനിൽ എന്ത് ചെയ്യും നമ്മളെടുക്കുന്ന CH3 ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ബ്രോമിൻ എവിടെ വരും പാരാ പൊസിഷൻ. അപ്പോൾ നമുക്ക് മിക്സ്ഡ് ഓഫ് പ്രോഡക്റ്റ് കിട്ടും ഓർത്തോയിലും പിന്നെ നോക്കുമ്പോഴത്തേക്ക് പാരയിലും. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മിക്സ്ഡ് ഓഫ് ഓർത്തോ ആൻഡ് പാരാ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് C ആണ് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ ഡിയിലും മെറ്റയാണുള്ളത്. അപ്പോൾ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഏതാണ് C ആണ് വരുന്ന ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ക്ലോറോ ബെൻസീൻ ഓൺ ഹീറ്റിംഗ് വിത്ത് NH3 അണ്ടർ പ്രഷർ ഇൻ ദ പ്രസൻസ് ഓഫ് കുപ്രസ് ക്ലോറൈഡ് ഗീവ്സ്. അപ്പം ഇവിടെ നമുക്ക് വേണമെന്ന ഇക്വേഷൻ നമുക്ക് നോക്കാം. എന്താണ് ക്ലോറോ ബെൻസീൻ ഉണ്ട്, അപ്പോൾ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു NH3 അമോണിയായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പം അണ്ടർ പ്രഷർ ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ് കുപ്രസ് ക്ലോറൈഡ്. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ക്ലോറോ ബെൻസീൻ ഉണ്ട്, ബെൻസീൻ റിങ്ങിൽ Cl ഗ്രൂപ്പ് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു NH3 ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്യും. ഇപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബെൻസീൻ റിങ്ങിൻ്റെ അടുത്ത് ആരായിരിക്കും വരുന്നത് NH2 ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യും. ക്ലോറിന് പോലെ അവിടെ ആര് വരും NH2. അപ്പം കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരുന്നു അനിലീൻ. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തേക്ക് ഏതാണ് ഓപ്ഷൻ C ആണ് വരുന്ന ഏതെന്ന് പറയുന്നത് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതാണ് NH3 ആണ് ഉപയോഗിച്ചത്. അതുപോലെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും KNH2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ഫോം ചെയ്യാം ഈ പറഞ്ഞ അനിലീൻ അവിടെ എന്ത് ചെയ്യാം ഫോം ചെയ്യാം. അത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ഓർത്തോ മീതോക്സി ബ്രോമോ ബെൻസീൻ ഈസ് ട്രീറ്റഡ് വിത്ത് സോഡമൈഡ് ആൻഡ് ദെൻ വിത്ത് അമോണിയ ദ പ്രോഡക്റ്റ് ഫോംഡ് ഈസ്. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഓർത്തോ മീതോക്സി ബ്രോമോ ബെൻസീൻ ഉണ്ട്. അവനെ ആദ്യം നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും സോഡമൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. ആ കിട്ടുന്ന കോമ്പൗണ്ട് നമ്മൾ വീണ്ടും ആരുമായിട്ട് റിയാക്ട് ചെയ്യും അമോണിയമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് ഏതാണെന്നാണ് വേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് എന്താണ് ഓർത്തോ മീതോക്സി ബ്രോമോ ബെൻസീൻ്റെ ഇക്വേഷൻ നമുക്ക് അവിടെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ബെൻസീൻ റിങ് ഉണ്ട്. അപ്പം ഓർത്തോ പിന്നെ ഏതാണ് മീതോക്സി ആകുമ്പോഴത്തേക്ക് CH3 ഗ്രൂപ്പ്. ഇതാണ് നമ്മൾക്ക് ഓർത്തോ മീതോക്സി ആര് ബെൻസീൻ. ഇവനെ ആരുമായിട്ട് റിയാക്ട് ചെയ്യും സോഡമൈഡ്. സോഡമൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണ് നമ്മൾക്ക് NaNH2 ആണ് ഏത് സോഡമൈഡ്. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഒരു ബെൻസൈൻ ഇൻ്റർമീഡിയറ്റ് അവിടെ ഫോം ചെയ്യും. ബെൻസൈൻ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബെൻസീൻ റിങ്ങിൽ ആരുണ്ട് ഇവിടെ OCH3 ഗ്രൂപ്പ് തന്നെയാണ്, പക്ഷേ പകരം ഇവിടെ ഡബിൾ ബോണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്ത് ഫോം ചെയ്യും ഒരു ട്രിപ്പിൾ ബോണ്ട് കോമ്പൗണ്ട് അവിടെ എന്ത് ചെയ്യാം ഫോം ചെയ്തതിന് ശേഷമാണ് അവിടെ ആര് പോകുന്നത് NH2 ഗ്രൂപ്പ് പോകുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന രണ്ട് പ്രോഡക്റ്റ് മിക്സ്ഡ് ഓഫ് പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യും. OCH3 ഗ്രൂപ്പ് ഇവിടെ തന്നെ ഉണ്ട്. ഓർത്തോയിലും പാരയിലും ആര് വരും NH2 ഗ്രൂപ്പ് അവിടെ എന്ത് ചെയ്യാം ഫോം ചെയ്യാം. അപ്പം ഓർത്തോയിലും OCH3 ഗ്രൂപ്പാണ് ഓർത്തോ. നമുക്ക് എന്ത് കിട്ടും നമുക്ക്
ഓർത്തോ മെറ്റ പ്രോഡക്റ്റ് അവിടെ കിട്ടും. ഇനി ആ കിട്ടുന്ന പ്രോഡക്റ്റ്, അതായത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഏതായിരുന്നു? ബെൻസീൻ റിങ്ങിൽ OCH3 ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഓർത്തോ പൊസിഷനിൽ ആര് വരും? നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു NH2 ഗ്രൂപ്പും ഇതിവിടെ എന്താണ് ഒരു മൈനസ്. അതുപോലെ അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബെൻസീൻ റിങ് OCH3 ഗ്രൂപ്പ്, പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മെറ്റാ പൊസിഷനിൽ ആര്? NH2, ഇവിടെ ഓർത്തേടെന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ്. ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മോസ്റ്റ് സ്റ്റേബിളാണ് ഏത്? മെറ്റ വരുമ്പോഴത്തേക്ക്. ഇനി ആ കിട്ടുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? NH3 ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. അത് വീണ്ടും അതിൻ്റെ ഇക്വേഷൻ നോക്കുമ്പോഴത്തേക്ക് OCH3 ഗ്രൂപ്പ് ഉണ്ട്. മെറ്റാ പൊസിഷനിൽ ആരാണുള്ളത്? നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് NH2 ഗ്രൂപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ NH2 ഗ്രൂപ്പിൻ്റെ കൂടെ ഇവിടെ ഏതാണ്? മൈനസ് സൈൻ. ഇനി ഇവിടെയാണ് നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? നമ്മൾ എടുക്കുമ്പോൾ NH3 ഗ്രൂപ്പുമായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് അവിടെ ചെയ്യും. റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ആര് എലിമിനേറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ടാവും? NH2 മൈനസ് എലിമിനേറ്റ് ചെയ്ത് പോയി. പകരം കിട്ടുന്ന പ്രോഡക്റ്റ് ഏതായിരിക്കും? ഓർത്തോ മീത്തോക്സി അനിലീൻ അവിടെ എന്ത് ചെയ്യാം? ഫോം ചെയ്യും. അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് പേരെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? മെറ്റാ മീത്തോക്സി അനിലീൻ. സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ബെൻസീൻ റിങ് ഉണ്ടാകാം. ഇവിടെ OCH3 ഗ്രൂപ്പ്, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? NH2 ഗ്രൂപ്പ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് ഓപ്ഷൻ? നമ്മൾ നോക്കുമ്പോഴത്തേക്ക് D ആണ് വരുന്ന ആൻസർ. ഇക്വേഷൻ എഴുതി നോക്കുമ്പോഴത്തേക്ക് നമുക്കത് അവിടെ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റനിൽ വെൻ ക്ലോറിൻ ഈസ് പാസ്ഡ് ത്രൂ പ്രൊപ്പീൻ അറ്റ് 400 degrees Celsius വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫോംഡ്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ക്ലോറിനുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? പാസ് ത്രൂ പ്രൊപ്പീനാണ്. ടെമ്പറേച്ചർ നോക്കുമ്പോഴത്തേക്ക് 400 degrees Celsius ആണ്. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ് നമ്മൾ നോക്കേണ്ടത്? അപ്പം ഹൈ ടെമ്പറേച്ചർ പ്രൊപ്പീൻ അണ്ടർഗോ ഏതാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഹൈ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്ക് പ്രൊപ്പീനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അണ്ടർഗോ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ റാദർ ദാൻ ഏതാണ്? അഡീഷൻ വിത്ത് ക്ലോറിൻ. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? അലൈൽ ക്ലോറൈഡ് അവിടെ ഫോം ചെയ്യാം. അപ്പോൾ റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഹയർ ടെമ്പറേച്ചർ ആയത് കാരണം പ്രൊപ്പീനിൽ നടക്കുന്ന റിയാക്ഷൻ ഏതാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഏത്? അഡീഷൻ റിയാക്ഷൻ അല്ല. കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? അലൈൽ ക്ലോറൈഡ് അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഏതാണ്? B ആണ് വരുന്ന ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നമുക്ക് നോക്കാം. ഫ്രീയോൺ 1,2 ഈസ് കോമൺലി യൂസ്ഡ് ആസ്. അപ്പം ഇനി നമ്മളെ ടോപ്പിക്ക് ഏതാണ്? നമ്മൾ ആ പഠിക്കുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സിനെ കുറിച്ചുള്ളതാണ്, ഹാലജൻ കോമ്പൗണ്ട്സ്. അപ്പം അതിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഫ്രീയോൺ ഈസ് കോമൺലി യൂസ്ഡ് ആസ്. അപ്പം ഇൻസെക്ടിസൈഡ്, സോൾവെൻ്റ്, ഫയർ എക്സ്റ്റിങ്വിഷർ, റെഫ്രിജറൻറ്റ്. ഇതിൽ ഈ ഫ്രീയോൺ 1,2 കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ യൂസ് എന്താണ്? റെഫ്രിജറൻ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളെ കോമ്പൗണ്ടിൻ്റെ പേര് ഫ്രീയോൺ 1,2 ആണ്. അല്ലെങ്കിൽ അതിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിട്ട് അവനെ ഉപയോഗിക്കും? റെഫ്രിജറൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഓക്കെ, അപ്പം CF2Cl2 ആണ് ഇത് നമ്മൾ എടുക്കുന്ന ഫ്രീയോൺ 1 കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും? CCl4ഉം ഹൈഡ്രജൻ ഫ്ലൂറൈഡ് റിയാക്ട് ചെയ്യും. ദ പ്രസൻസിൽ SbCl3 റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? CCl2F2 എന്ന് പറയുന്ന ഫ്രീയോൺ അവിടെ ഫോം ചെയ്യുന്നത്. അവൻ്റെ യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് ഒരു റെഫ്രിജറൻ്റ് ആയിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം? യൂസ് അവിടെ ചെയ്യാം. അടുത്ത ദിവസം നമ്മൾ നമുക്ക് നോക്കാം. പ്യുവർ ക്ലോറോഫോം ഈസ് പ്രിപ്പയർഡ് ബൈ. അപ്പോൾ നമുക്ക് പ്യുവർ ക്ലോറോഫോമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതിന് ഇക്വേഷൻ നമുക്ക് നോക്കാം. എഴുതി എന്താണ്? നമ്മൾ നോക്കുമ്പോഴത്തേക്ക് Cl3 പിന്നെ CCHOH ടോയിസ്. ഇതാണ് നമ്മൾ എടുക്കുന്ന റിയാക്ട്. ഇവിടെ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? NaOH സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് ഇത് ക്ലോറോഫോം. ഇതാണ് നമ്മൾ എടുക്കുന്ന പ്യുവർ ക്ലോറോഫോമിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എടുത്ത കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്? ഡിസ്റ്റിലിംഗ് ക്ലോറാൽ ഹൈഡ്രേറ്റഡ് വിത്ത് ഏതാണ്? അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? ഓപ്ഷൻ A ആണ് വരുന്ന ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ പ്യുവർ ക്ലോറോഫോം നമ്മൾ പ്രിപ്പയർ നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റിംഗ് ക്ലോറാൽ ഹൈഡ്രേറ്റഡ് വിത്ത് ഏതാണ്? അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇനി അടുത്ത ദിവസം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇഫ് ക്ലോറോഫോം ഈസ് ലെഫ്റ്റ് ഓപ്പൺ ഇൻ എയർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഇറ്റ് ഗീവ്സ് ഏതാണ്? നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാർബണൈൽ ക്ലോറൈഡ് അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. അത് നമുക്ക് അറിയുന്ന കാര്യം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക്
കിട്ടുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്ന ആൻസർ. അപ്പം ഇനി ക്ലോറോഫോം ഈസ് ലെഫ്റ്റ് ഓഫ്റ്റൻ ഇൻ എയർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഇറ്റ് ഗീവ്സ് ഏതാണ്? കാർബണൈൽ ക്ലോറൈഡ് അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്ലോറോഫോം വെൻ റിയാക്ട് വിത്ത് നൈട്രിക് ആസിഡ് ഗീവ്സ്. അപ്പം നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കണം. ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ക്ലോറോഫോം ഉണ്ട്. ക്ലോറോഫോം എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് CHCl3. ആദ്യമായിട്ട് റിയാക്ട് എന്ന് പറഞ്ഞു HNO3 ആയിട്ട് റിയാക്ട് ചെയ്യും. കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? CCl3NO2 പ്ലസ് എന്താണ്? H2 അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? ക്ലോറോഫോം ഓൺ റിയാക്ഷൻ വിത്ത് നൈട്രിക് ആസിഡ് പ്രൊഡ്യൂസസ് ഏതാണ്? ക്ലോറോപിക്രിൻ. അപ്പം വിച്ച് ഈസ് യൂസ്ഡ് ആസ് എന്താണ്? വാർ ഗ്യാസ് അല്ലെങ്കിൽ ടിയർ ഗ്യാസ് അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. അപ്പോൾ കിട്ടുന്ന മീൻസ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? ഓപ്ഷൻ സി ആണ് നമുക്ക് വരുന്ന ആൻസർ. ഇമ്പോർട്ടൻ്റ് ആണ് CCl3NO2 എന്ന് പറയുന്നത്. അവന് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കും? ക്ലോറോപിക്രിൻ. അവനാണ് ഇത് വാർ ഗ്യാസ് അല്ലെങ്കിൽ ടിയർ ഗ്യാസ് ആയിട്ട് നമ്മളോട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് നമുക്ക് വരുന്ന ആൻസർ. CCl3NO2 ആണ്, NO3 അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ ഐഡോഫോം ഓൺ ഹീറ്റിംഗ് വിത്ത് KOH ഗീവ്സ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ഐഡോഫോം ഉണ്ട്. അവിടെ നമ്മൾ ആദ്യമായിട്ട് റിയാക്ട് ചെയ്യുന്നു KOH ഗീവ്സ് റിയാക്റ്റ് അവിടെ ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇക്വേഷൻ എഴുതി നമുക്ക് നോക്കാം. CHI3 ആണ് ഇത് ഐഡോഫോം. അവൻ നമ്മൾ ആദ്യമായിട്ട് റിയാക്ട് ചെയ്യും KOH റിയാക്റ്റ് അവിടെ ചെയ്യും. കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് CHOH ത്രൈസ് കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്തു. അതിൽ നിന്ന് ആര് എലിമിനേറ്റ് ചെയ്ത് പോകുമെന്ന് പറയാം? H2O എലിമിനേറ്റ് ചെയ്ത് പോകും. H2O എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് എന്ത് ഫോം ചെയ്യും? HCOOH എന്ന് പറയുന്ന ഫോമിക് ആസിഡ് ഫോം ചെയ്യും. ആ ഫോമിക് ആസിഡ് അതായത് HCOOH വീണ്ടും ആരുമായിട്ട് റിയാക്ട് ചെയ്യും? KOH റിയാക്റ്റ് അവിടെ ചെയ്യും. അപ്പോഴത്തേക്ക് ആര് എലിമിനേറ്റ് ചെയ്ത് പോകാം? H2O പോയിട്ട് പകരം എന്ത് ഫോം ചെയ്യും? HCOOK അവിടെ എന്ത് ചെയ്യാം? ഫോം ചെയ്യും. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്ന ആൻസർ എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ക്ലോറിൻ റിയാക്ട് വിത്ത് CS2 ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ്? I2 ഫോം. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ക്ലോറിനെ നമ്മൾ കാർബൺ ഡൈസൾഫൈഡ് റിയാക്ട് ചെയ്യുന്നു. ആരുടെ പ്രസൻസിൽ? അയഡിൻ്റെ പ്രസൻസിൽ. കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? CCl4 അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്? കാർബൺ ടെട്രാ ക്ലോറൈഡ് അവിടെ എന്ത് ചെയ്യാം? ഫോം ചെയ്യാം. അപ്പം നമുക്ക് ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് CS2 കാർബൺ ഡൈസൾഫൈഡ് ഉണ്ട്. ആദ്യമായിട്ട് റിയാക്ട് ചെയ്യുന്നു ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ്? I2. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്? CCl4 പ്ലസ് S2Cl2 അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യും. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഏതാണ്? ബി ആണ് വരുന്ന ആൻസർ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇത് നമ്മളൊരു ഓവറോൾ മീൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഹാലോ ആൽക്കിൻ ആൻഡ് ഹാലോ അരൈൻസ് എന്ന് പറയുന്ന ഓർഗാനിക് ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഹാലോ ആൽക്കിൻ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ്, ഹാലോ അരൈൻസ് പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ്, പിന്നെ കോമ്പൗണ്ട്, ഇങ്ങനെ 5 ടോപ്പിക്കാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ചാപ്റ്ററിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ആൻസർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.